ഇമ്മാതിരി പനിയും ജലദോഷവും ഒന്നും ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ പനിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം. പക്ഷേ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് ഒന്നും കഴിക്കാനും പറ്റത്തില്ല. കഴിക്കാനുണ്ടാക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരിക. കഴിച്ചു കഴിഞ്ഞാലോ വീണ്ടും അതിങ്ങനെ ഛർദ്ദിക്കാൻ വരിക. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഒരാഴ്ചയായിട്ട്. അപ്പോൾ ശരിക്കൊന്നും മാറിയിട്ടില്ല. എനിക്കിങ്ങനെ എന്തൊക്കെയോ കഴിക്കണം എന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്കുണ്ടാക്കി കഴിക്കാൻ തോന്നത്തില്ല. ആരെങ്കിലും ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരുമാതിരി ഗർഭിണികളുടെയൊക്കെ ഒരു അവസ്ഥയാണ് എനിക്ക്. എന്താ ഓരോന്നൊക്കെ ഇങ്ങനെ കൊതി തോന്നുകയാണ്. എനിക്ക് കപ്പ ബിരിയാണി തിന്നണമെന്നൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം തോന്നിയത്. പക്ഷേ കപ്പ ബിരിയാണിക്ക് അതൊന്നും വാങ്ങാൻ പോകാൻ എനിക്ക് യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പോവാതെ, കാശ് മുടക്കില്ലാതെ, വലിയ കാശ് ചിലവൊന്നും ഇല്ലാതെ ചെറിയൊരു സദ്യ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സദ്യയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കാമല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറുമട്ടത്തിലുള്ളൊരു സദ്യയാണ്. അപ്പം അതിൽ ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. എരിവുള്ളത് കഴിക്കണം, നല്ല പുളിയുള്ളത് കഴിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ച് ഇഞ്ചിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ വറുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്തത് പൊടികൾ. അത് കഴിഞ്ഞ് പുളിവെള്ളവും ചേർത്തു, ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഇഞ്ചിക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ചെറിയൊരു പായസവും കൂടി വെക്കുന്നുണ്ട്. അപ്പം സദ്യ ആകുമ്പം പായസവും കൂടി വേണമല്ലോ, എങ്കിലല്ലേ അതിനൊരു പൂർണ്ണതയുള്ളൂ. അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സാമ്പാർ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് സാമ്പാർ മാത്രം വെക്കാം എന്നുള്ളൊരാലോചനയിലായിരുന്നു. ഉച്ചയ്ക്ക് വലിയ കറികളൊന്നും ഇല്ലായിരുന്നു, ഒരു തോരൻ മാത്രമായിരുന്നു. അപ്പോൾ ആ തോരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പം സാമ്പാർ വെക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോഴാണ് എനിക്കിങ്ങനെ എന്തൊക്കെയോ കഴിക്കണം എന്ന് തോന്നുന്നത്. അപ്പം ഞാൻ ഓർത്തെങ്കിൽ ചെറിയ സദ്യ ആവാമെന്ന്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് മതി. അപ്പം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുമല്ലോ. ഒന്നാമതേ വയ്യാതെയും കൂടി ഇരിക്കുകയാണ്. അപ്പം വലിയ സദ്യ ഒന്നും ഉണ്ടാക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ പച്ചടി ഉണ്ടാക്കാമെന്ന് വെച്ച്, ബീട്രൂട്ട് വെച്ചിട്ട്. അപ്പം ഇത് അമ്പാടിക്കൊക്കെ ആകുമ്പോൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരെയും കൂടെ കഴിക്കത്തക്ക രീതിയിൽ വേണമല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വലിയ എരിവൊന്നും ഇല്ല. പിന്നെ സാമ്പാർ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇഞ്ചിക്കറി, പച്ചടി, പിന്നെ ഉച്ചക്കത്തെ തോരനിരിപ്പുണ്ട്. പിന്നെ ഈ പായസവും കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ കറികളെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി, അതെല്ലാം മാറ്റി വെച്ചു. ഞാൻ സാമ്പാർ വെച്ചിട്ട് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 5:30 ആയപ്പോൾ തുടങ്ങിയ പരിപാടിയായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ കറികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പം പച്ചരി വെച്ചിട്ടുള്ള പായസമാണ്. പായസം ഉണ്ടാക്കുന്നതെന്ന് കേട്ടപ്പോൾ പിള്ളേരൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത്, കുറച്ച് കടലയുണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നുമില്ല, ഒരു വസ്തുവകകളും ഇല്ലാതെ ഈസി ആയിട്ടുള്ള, ഭയങ്കര ഈസി കോസി ആയിട്ടുള്ള, അതായത് കാശ് മുടക്കൊന്നും ഇല്ലാത്ത ഒരു സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നതൊന്ന് ഒഴിച്ചിട്ട് കടലയൊന്ന് വറുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച പച്ചരി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു. പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ടായിരുന്നു പായസത്തിന്. അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യമായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ വായിലെ കയ്പ്പാണെങ്കിൽ തീരെ മാറിയിട്ടും ഇല്ല. പനി വന്ന ശേഷം എനിക്ക് വായിൽ ഭയങ്കര കയ്പ്പാണ്. പനിയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സഹിക്കാം. ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പനിയേ ഉള്ളൂ. പക്ഷേ അതിന് ശേഷമുള്ള അവസ്ഥകളാണ് ഭയങ്കരം. വായിൽ കയ്പ്പ്, അത് എത്ര ദിവസമായിരുന്നോ. പിന്നെ ജലദോഷമായി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാൻ വരിക, അങ്ങനെ കഴിക്കാതെ ഇരുന്ന് തളർച്ച, തലകറക്കം, അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസമാണ് ഞാനിന്ന് ഉഷാറായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പോലുമുള്ള ഒന്ന് എഴുന്നേറ്റത് ഇന്നാണ്. അപ്പം
എന്താ പായസം ഞാൻ അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എന്നെടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ച് അത് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പാലാണ് ഒഴിച്ച് കൊടുത്തത്. കവറ് പാലുണ്ടല്ലോ, കുറച്ച് ഒഴിച്ച് കൊടുത്തു. അപ്പം കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനിടയിൽ ആ വാഴയ്ക്ക വറുക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാഴയ്ക്കായെ. പക്ഷേ അതൊന്നും വറക്കലൊന്നും നടന്നില്ല. അപ്പം ഞാൻ രണ്ട് കായ എടുത്തിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് വറക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ 2 കായ എടുത്തിട്ട് വേഗം ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പം എന്താ ലാസ്റ്റ് അതെല്ലാം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങാപ്പാലും കൂടി ചേർത്തു. പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചുക്കും ജീരകവും കൂടി ഇടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഏലക്ക ഒന്നും ഇല്ലായിരുന്നു. ഈ ചുക്കും ജീരകവും കൂടെ നല്ലപോലെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു പണിയാണ് ചെയ്യാൻ വയ്യാത്തത്. കുളിയും കൂടെ കഴിഞ്ഞിട്ട് ഈ പാത്രം കഴുകൽ. അപ്പം പാത്രം എന്തായാലും കഴുകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാത്രി പ്രത്യേകിച്ചും നമ്മൾ രാത്രി അടുക്കള നല്ല വൃത്തിയാക്കിയിട്ടിട്ട് കിടന്നില്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രാണികളും പല്ലികളും എല്ലാം അങ്ങോട്ട് നമ്മുടെ അടുക്കള അങ്ങോട്ട് കീഴടക്കും. അപ്പം അതുകൊണ്ട് രാത്രി കഴിവതും പാത്രമെല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. അപ്പം പായസമൊക്കെ ഒന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് പാത്രം അത്ര ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കുവാണ്. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ട് സദ്യ കഴിക്കാമല്ലോ. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞാൽ വലിയ സദ്യയൊന്നും അല്ല, ഇലയിൽ കഴിക്കുന്നു എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പിന്നെ പായസം ഉള്ളത് കൊണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പാത്രങ്ങളെല്ലാം കഴുകിയിട്ടുണ്ട്. ഇനി എനിക്ക് ഉപ്പേരി ഒന്ന് വറക്കണം. അപ്പോൾ പായസം ഒത്തിരി തിളയ്ക്കണ്ട, തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വേണം ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ. അപ്പോൾ ഉപ്പേരി വറുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിക്കറി വെച്ച് ചട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കറി കുറച്ച് ദിവസം ഇരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഈ കറി ഒത്തിരി ദിവസമൊന്നും ഇരിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇഞ്ചിക്കറി പിള്ളേരാണെങ്കിലും കഴിച്ചോളും. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് തീരും. പിന്നെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ പാത്രം കഴുകി എടുത്തിട്ട് വാഴയ്ക്ക വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. പിന്നെ ഈ സദ്യ ഉണ്ടാക്കണമെന്ന് ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാനെന്താന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയപ്പം 2 ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത്തപ്പഴവും ശർക്കരയും തേങ്ങായും ഒക്കെ ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാനും കൂടി നിൽക്കേണ്ടി വന്നു. അപ്പം ഇത് ഇങ്ങനെ കുഴച്ച് വെച്ചിരുന്നത് കൊണ്ട് ഏതായാലും ഉണ്ടാക്കി വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ കഴിക്കാമല്ലോ നമുക്ക്. അപ്പം ഞാൻ ഉപ്പേരി വറക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം ഒന്ന് വാഴയിലയിൽ ആക്കി അതും ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഉപ്പേരി വറക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. വെള്ളമൊക്കെയാണ് തളിക്കേണ്ടത്. അപ്പം എല്ലാം എളുപ്പ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് അടുപ്പയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടി സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. പായസം നല്ല അടിപൊളി സെറ്റായിട്ടിരിപ്പുണ്ട്. പിന്നെ 2 പപ്പടവും കൂടി കാച്ചി. അപ്പം പായസം കഴിക്കാനും പപ്പടം വേണം, ചോറിനാനും പപ്പടം വേണം. അപ്പോൾ പപ്പടം, പിന്നെ ഉപ്പേരി, ഇഞ്ചിക്കറി, പിന്നെ പച്ചടി, സാമ്പാർ, തോരൻ. അപ്പം എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു സദ്യയാണ്. കുഞ്ഞ് കറികളേ ഉള്ളെങ്കിലും ഇത് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലേ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി ഈസി ആയിട്ട് ഉള്ള കറികളൊക്കെ ഉണ്ടാക്കി നമുക്കൊരു സദ്യ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ലൈക്ക് തരണം, പിന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.